ഓട്ടോമേഷൻ രംഗത്തേക്ക് നിരവധി കസ്റ്റമൈസ്ഡ് പാനലുകൾ നമ്മൾ ഈ ചാനലിലൂടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ ഒന്നാണ് എൻ്റെ ഈ സൈഡിലിരിക്കുന്നത്. ഇത് ശരിക്കും ഡ്യൂട്ടി സ്റ്റാൻഡ് ബൈ, അതായത് 2 മോട്ടറുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിമാൻഡ് വരുമ്പോൾ ഓരോ മോട്ടറുകളും മാറി മാറി വർക്ക് ചെയ്യുന്ന രീതിയിൽ, അതായത് ഒരു തവണ ഡിമാൻഡ് വരുമ്പോൾ ഒരു മോട്ടർ വർക്ക് ചെയ്യും, മറ്റൊരു തവണ ഡിമാൻഡ് വരുമ്പോൾ അടുത്ത മോട്ടറായിരിക്കും വർക്ക് ചെയ്യുക. ആ രീതിയിൽ ഒന്ന് ഡ്യൂട്ടി ഒന്ന് സ്റ്റാൻഡ് ബൈ എന്ന രീതിയിൽ വർക്ക് ചെയ്യുന്ന എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതും അതിൻ്റെ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് എന്തൊക്കെയാണ്, എന്തൊക്കെ കമ്പോണൻസ് ആണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് തുടങ്ങിയ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിരിക്കും ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ എൽദോസ്. തുണ്ടത്തിൽ ട്രേഡേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാൻടെക് ഓട്ടോമേഷനാണ് നമ്മുടെ ഈ പാനൽ വയർ ചെയ്തിരിക്കുന്നത്. മെയിനായിട്ട് ഞാൻ പറഞ്ഞ പോലെ 2 പമ്പുകൾ ഡിമാൻഡ് വരുമ്പോൾ മാറി മാറി വർക്ക് ചെയ്യുന്ന രീതിയിലാണ് ഈ പമ്പ് ഡിസൈൻ ചെയ്തേക്കുന്നത്. അതുകൂടാതെ ഓരോ പമ്പുകൾക്കും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഡ്രൈ റൺ പ്രൊട്ടക്ഷൻ, ഓവർലോഡ് പ്രൊട്ടക്ഷൻ, ലോ വോൾട്ടേജ്, ഹൈ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ എല്ലാം അതിൽ തന്നെ അടങ്ങിയിട്ടുണ്ട്. ഇനി ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ സൈക്ലിക് ടൈമർ ഉപയോഗിക്കാം. നമ്മുടെ കൺസെപ്റ്റ് എന്താണ്, നമ്മൾ എന്താണ് ഉപയോഗിക്കാൻ പോകുന്നതെന്നനുസരിച്ച് നമുക്കത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇത് കൂടാതെ ഇതിലൊരു ഓട്ടോമാറ്റിക് വാട്ടർ ലെവൽ കൺട്രോളർ ഉണ്ട്. ആ കൺട്രോളറാണ് ഈ പമ്പുകളെ രണ്ടും ആവശ്യാനുസരണം ഓൺ ചെയ്യുന്നത്. അതായത് ആ കൺട്രോളറിൽ ഡിമാൻഡ് വരുന്ന സമയത്താണ് നമ്മളത് സ്വിച്ച് ചെയ്തിട്ട് ഓരോ കോൺടാക്റ്റുകളും ഓരോന്നിനും ആവശ്യമായിട്ടുള്ളത് മാറി മാറി വർക്ക് ചെയ്യുക. അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നൊക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിക്കാം. നമ്മുടെ ഈ കസ്റ്റമൈസ്ഡ് പാനലിൽ മെയിനായിട്ട് വരുന്ന ഒരു വാട്ടർ ലെവൽ കൺട്രോളർ ഉണ്ട്, 2 കോൺടാക്റ്റ് ഉണ്ട്, ഓരോ മോട്ടറിലും ഇൻഡിവിജ്വൽ കോൺടാക്റ്റ് ഉണ്ട്, ഒരു ചെറിയ റിലേ കൊടുത്തിട്ടുണ്ട്, ഒരു ലാച്ചിങ് റിലേ ഉണ്ട്, ചെറിയൊരു ടൈമർ ഉണ്ട്. ഇത്രയും സംവിധാനങ്ങളാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. കൂടാതെ MCB ഉണ്ടാവും, ഷോർട്ട് സർക്യൂട്ടിന് പ്രൊട്ടക്ഷനൊക്കെ ആയിട്ടുള്ള MCB കാര്യങ്ങൾ എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അത് കൂടാതെ ഇതിൽ റോട്ടറി സ്വിച്ച്, കൺട്രോളറിന് ഓൺ ഓഫ് മാനുവലായിട്ട് ചെയ്യാനായിട്ടുള്ളത്, പമ്പ് മാനുവൽ ഓൺ ചെയ്യാനായിട്ടുള്ളത്, നമ്മുടെ ഇതിൻ്റെ കൺട്രോളറിനെ ബൈപ്പാസ് ചെയ്യാനുള്ള ഓപ്ഷൻസ്, അങ്ങനെയുള്ള തുടങ്ങിയ എല്ലാ ഡീറ്റെയിലും, അതായത് ഇതിന് വേണ്ടിയുള്ള എല്ലാ റിക്വയർമെൻറ്റും ഇതിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. മോട്ടറിൽ വാട്ടർ കോൾഡ് ആയതുകൊണ്ട് വെള്ളം ഫില്ല് ചെയ്യുന്നതാണ് കാണുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പാനലിലേക്ക് കണക്ഷൻ കൊടുക്കാം. ഇനി മോട്ടർ 1 by 1 ആയിട്ട് വെള്ളത്തിലേക്ക് ഇടുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ 2 പമ്പുകളും നിലവിൽ നമ്മുടെ ടാങ്കിൽ പോയിട്ടുണ്ട്. ആദ്യമായിട്ട് നമുക്കിതൊരു മാനുവൽ മോഡിലൊന്ന് വർക്ക് ചെയ്യിക്കാം. നമ്മുടെ കൺട്രോളർ മാനുവൽ മോഡിലേക്ക് ഇട്ടു. നമ്മളിതാ പമ്പ് 1 ഓണാക്കി. അതാണ് പമ്പ് 1. പമ്പ് 1 വർക്കിംഗ് ആണ്. റോട്ടറി സ്വിച്ച് ഓഫ് പൊസിഷൻ. പമ്പ് 2 ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പമ്പ്. 2 പമ്പുകളും നിലവിൽ മാനുവൽ മോഡിൽ വർക്കിംഗ് ആണ്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യണമെന്ന് നോക്കാം. നമ്മുടെ റോട്ടറി സ്വിച്ച്, അതായത് കൺട്രോളറിൻ്റെ റോട്ടറി സ്വിച്ച് നമ്മൾ നേരെ ഓട്ടോ മോഡിലേക്ക് ഇട്ടു. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇതിൽ സെൻസർ വരുന്നുണ്ട്. ഈ സെൻസർ നമ്മൾ പ്രോബ് ടാങ്കിലിട്ട് വെച്ചേക്കാണ്. ഈ പ്രോബിൽ എപ്പോൾ ഡ്രൈ ആവുന്നു അപ്പോൾ നമ്മുടെ ഡിമാൻഡ് വരും. ഇപ്പോൾ നമ്മുടെ നിലവിൽ പമ്പ് 2 ആണ് ഓൺ ആയിരിക്കുന്നത്. ഇതാ, അപ്പോൾ നിലവിൽ പമ്പ് 2 ആദ്യത്തെ തവണ ഓണായി, മോട്ടർ ഓൺ ആയിട്ടുണ്ട്, വോൾട്ടേജ് കാണിക്കുന്നുണ്ട്. ഏതെങ്കിലും കാരണവശാൽ ഇത് ഡ്രൈ ആവോ ഓവർലോഡ് ആവോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓഫ് ആവുകയും ചെയ്യും. ഇനി നമ്മുടെ പ്രോബ് നമ്മൾ വെള്ളത്തിലിട്ടു, ഇൻസ്റ്റൻ്റായിട്ട് അത് ഓഫായി. നമ്മളത് വീണ്ടും സെൻസർ പൊക്കി. ഇപ്പോൾ ആദ്യത്തെ പമ്പാണ് ഓണാകുന്നത്. അതായത് ആദ്യം പമ്പ് 2 ഓണായി, ഈ സമയത്ത് പമ്പ് 1 ആണ് ഓണാകുന്നത്. ഇതേപോലെയാണ് ഇതിൻ്റെ ഒരു ബേസിക് വർക്കിംഗ്. എപ്പോൾ പ്രോബിൽ വെള്ളമില്ലാതെ വരണോ, അതായത് എപ്പോൾ വെള്ളത്തിന് ടാങ്ക് വെച്ച് ഡിമാൻഡ് വരുന്നോ ആ സമയത്ത് ഓണാവും. ഓരോ തവണ വർക്ക് ചെയ്യുമ്പോഴും ഓരോ പമ്പ് മാറി മാറിയായിരിക്കും വർക്ക് ചെയ്യുക. ഓക്കെ, ഇനി ഈ പാനലിൻ്റെ മറ്റൊരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതെങ്കിലും കാരണവശാൽ നമ്മുടെ ഈ വാട്ടർ ലെവൽ സെൻസിങ്ങിന് എന്തെങ്കിലും രീതിയിലുള്ള കംപ്ലയിൻറ്റ് വന്നു എന്ന് വിചാരിക്കുക. നമ്മളിത് മാനുവൽ മോഡിലിട്ട് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് കൺട്രോളറും എല്ലാ സിസ്റ്റം ബൈപ്പാസായിട്ട് ഡയറക്റ്റാണ് മോട്ടർ വർക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഡ്രൈ റൺ പ്രൊട്ടക്ഷൻ, ഓവർലോഡ് പ്രൊട്ടക്ഷൻ അതേപോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ല. ഇനി അതിന് ചെയ്യാൻ പറ്റുന്നത്, നമുക്കിതിൻ്റെ അകത്തുള്ള കൺട്രോളറിൽ ഈ ഓട്ടോ എന്നുള്ളത് മാനുവലിലേക്ക് മാറ്റിയിട്ട് നമ്മളിതാ സ്റ്റാർട്ട് ബട്ടൺ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ അതേ എഫക്റ്റ്, ആദ്യത്തെ തവണ ഓൺ ചെയ്യാൻ നേരത്ത് നമ്മുടെ ഒരു മോട്ടർ ഓണാവും. നമ്മളത് ഓഫ് ചെയ്തു, വീണ്ടും നമ്മൾ ഒന്നുകൂടെ പ്രസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് രണ്ടാമത്തെ മോട്ടർ ഓണാവും. ഈ സെയിം സിസ്റ്റം, അതായത് നമ്മുടെ ഡ്രൈ റണ്ണ് ഓവർലോഡ് എല്ലാം സഹിതം നമുക്ക് ഇതേപോലെ തന്നെ മാറി മാറി നമുക്കൊരു എമർജൻസി സിറ്റുവേഷനിൽ അതേപോലെ വർക്ക് ചെയ്യിക്കുകയും ചെയ്യാം. ഇനി ഈ സ്റ്റാർട്ടറിൻ്റെ ഡ്രൈ റൺ ഫംഗ്ഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ പ്രോബ് ഇതാ വെള്ളത്തിൽ നിന്ന് പൊക്കിയെടുത്തു, ഡ്രൈ ആയി. നമ്മളിത് ഓട്ടോ മോഡിലേക്ക് ഇടണം. ഇതാ സ്റ്റാർട്ടർ ഓൺ ആയിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് പമ്പ് ഇപ്പോൾ ഓണാവാണ്. നോർമലി അതിൻ്റെ കറണ്ട് കൺസപ്ഷൻ അതിന് ഏകദേശം വരുന്നത് 10.11 ആംപിയറാണ്. അതിൽ നോർമൽ 11.8 കറണ്ട് കൺസപ്ഷൻ വരുന്നത്. ഞാൻ അതിൻ്റെ ഡ്രൈ ലോഡ് ഏകദേശം 10.5 സെറ്റ് ചെയ്തേക്കുന്നത്. നമ്മൾ പയ്യെ വാൽവ് അടച്ച് നമ്മളിതാ ലോഡ് കുറയ്ക്കുകയാണ്. ലോഡ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ അതിൻ്റെ എടുക്കുന്ന കറണ്ട് 9.8, 9.6 ആയിട്ടുണ്ട്, 9.4. അത് ട്രിപ്പായി രണ്ടാമത്തെ കൺട്രോളറിലേക്ക് മാറി. ഇതാണ് ഇതിൻ്റെ ഫംഗ്ഷൻ. അതായത് ഒരു ഇതിൽ എങ്ങാനും ഡ്രൈയോ ഓവർലോഡോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അത് അപ്പോൾ തന്നെ അത് അടുത്ത കൺട്രോളറിലേക്ക് ചേഞ്ച് ആയിട്ട് അടുത്ത മോട്ടർ ഓൺ ആവും. ഇതാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. ഇതാണ് ആ ഡ്രൈ റൺ ഫംഗ്ഷൻ. ഓക്കെ.
തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒന്നായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇതേപോലെയുള്ള കസ്റ്റമൈസ്ഡ് പാനലുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. കറക്റ്റായിട്ടുള്ള നിങ്ങളുടെ റിക്വയർമെൻറ്റ് നമ്മൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിനുള്ള കൃത്യമായിട്ടുള്ളൊരു സൊല്യൂഷൻ നമുക്ക് തരാൻ പറ്റും. ഇല്ല നമ്മളിപ്പോൾ എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിനടുത്താണെന്ന് നിങ്ങൾക്കറിയാം. അപ്പം ഇതിന് ചുറ്റുവട്ടത്തുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ നമുക്ക് നേരിട്ട് സൈറ്റ് വിസിറ്റ് ചെയ്യാം. അതിന് സെപ്പറേറ്റ് ഒരു ചാർജ് വരും. സൈറ്റ് വിസിറ്റ് ചെയ്ത് നിങ്ങളുടെ റിക്വയർമെൻറ്റ് മനസ്സിലാക്കി അങ്ങനെ ഒരു ഓട്ടോമേഷൻ പാനലോ മറ്റു ആവശ്യങ്ങളോ, അത് ഇറിഗേഷനുള്ളതായിക്കോട്ടെ, ഓട്ടോമാറ്റിക് ടാങ്ക് ഫില്ലിംഗ് ആയിക്കോട്ടെ, ഏതൊരു രീതിയിലുള്ള ഓട്ടോമേഷൻ വർക്കുകളും നമുക്ക് അത് ചെയ്തു തരാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ വീഡിയോസിനൊക്കെ ആയിട്ട് ഞങ്ങളുടെ തുണ്ടത്തിൽ ട്രേഡേഴ്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.